ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാസ് ബ്ലൂംസ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആഗ്ര ഫോർട്ടിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം ഗായ്സ്. വണ്ടിയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഇന്ന് ചോദിക്കടിച്ച് ഞാൻ അവിടെ കിടക്കുകയാണ്. പിന്നെ എ സിയിലെ തണുപ്പുള്ളതുകൊണ്ട് നമ്മുടെ ഷാളുടെ അവിടെ കിടക്കുകയാണ് ഗായ്സ്. ഇതാണ് മീരച്ചിട്ട കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ അനിയൻ ഇന്ദ്രനയൻ. ഓക്കെ, നമുക്കപ്പോൾ യു പിയിലോട്ട് പോണ വഴി കാണാം. ദേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ ഈ റോഡ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ആഗ്ര ഫോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1565 മുതൽ പിന്നീടുള്ള 8 വർഷം കൊണ്ട് പണി കഴിപ്പിച്ചതാണ് ഇന്ന് കാണുന്നത് ഈ ആഗ്ര ഫോർട്ട്. ഇതിനു മുമ്പ് മറ്റു രാജാക്കന്മാർ പണി കഴിപ്പിച്ച കോട്ട ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എന്നാൽ മുഗൾ രാജാക്കന്മാർ ഇതൊക്കെ കൈയടക്കിയപ്പോൾ അവരാ കോട്ടയെല്ലാം പുതുക്കി പണിഞ്ഞു. ഭയങ്കര സെക്യൂരിറ്റിയോട് കൂടെയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ബിൽഡിങ്ങിലെ ഈ ഹോൾസ് ഒക്കെ ശ്രദ്ധിച്ചോ? പണ്ട് ശത്രുക്കളൊക്കെ വരുമ്പോൾ അവരെ തടയാനായിട്ട് ഇതുവഴി തിളച്ച എണ്ണയൊക്കെ ഒഴിക്കുമായിരുന്നെന്നാണ് പറയുന്നത്. ഗൈസ്, ഈ നേരെ കാണുന്ന ഗേറ്റ് ആണ് അമർ സിംഗ് ഗേറ്റ്. ഓക്കെ, ഈ ഗേറ്റിനെ അക്ബർ ദർവാസ എന്നും വിളിക്കാറുണ്ട്. അമർ സിംഗ് ഗേറ്റ് വഴി അടുത്ത ഗേറ്റിലേക്ക് കയറി. ഈ അകം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്താന്ന് പറയട്ടെ? ഞാൻ റെഡ് ഫോർട്ടിന്റെ വീഡിയോ ചെയ്തില്ലായിരുന്നോ? അതേപോലെ തോന്നി എനിക്ക് ഈ ആഗ്ര ഫോർട്ടും. ആഗ്ര ഫോർട്ടും റെഡ് ഫോർട്ടും കുറച്ചൊക്കെ സെയിം ആണെന്ന് എനിക്കും തോന്നി. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഗായ്സ്, എനിക്ക് ഈ ചക്രവർത്തിന്ന് എപ്പോഴും പറയാൻ പറ്റത്തില്ല. എനിക്കത് തിരിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, നമ്മളിപ്പോൾ 3ാമത്തെ ഗേറ്റ് കടക്കാൻ പോവുകയാണ്. എത്ര ഗേറ്റായി ഈ ആഗ്ര ഫോർട്ടിനകത്ത്? അങ്ങനെ നമ്മളിപ്പോൾ 3ാമത്തെ ഗേറ്റും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നടക്കുന്ന റാമ്പ് പോലത്തെ സ്ഥലം കണ്ടോ ഗായ്സ്? പണ്ടത്തെ ചക്രവർത്തിമാരെല്ലാം യുദ്ധമെല്ലാം ജയിച്ചു വരുമ്പോൾ ഈ വഴിയാണ് ആനപ്പുറത്ത് കോട്ടയിലേക്ക് പൊക്കൊണ്ടിരുന്നത്. ഇതിങ്ങനെ സ്ലോപ്പ് ആയിട്ടുണ്ടാക്കിയിരിക്കുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു ശത്രുക്കളെ അകറ്റാന്ന്. അങ്ങനെ നമ്മൾ ഗേറ്റ് ഒക്കെ കടന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു മെഹൽ കാണാം. അതിന്റെ പേരാണ് ജഹാംഗീർ മഹൽ. അക്ബറിന്റെ കാലത്താണ് ഈ മെഹൽ പണി കഴിപ്പിച്ചത്. ഈ കൊട്ടാരത്തിലാണ് അക്ബർ ചക്രവർത്തിയുടെ ഭാര്യമാർ താമസിച്ചിരുന്നത്. ഈ മെഹലിന്റെ തൊട്ട് അടുത്ത് തന്നെ മറ്റൊരു മെഹൽ ഉണ്ടായിരുന്നു, അക്ബറി മെഹൽ. അവിടെയാണ് അക്ബർ താമസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അക്ബറി മഹൽ തകർന്നു പോയത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ആ മെഹൽ അവിടെ കാണാൻ സാധിക്കില്ല. ഗൈസ്, ഞങ്ങളിപ്പോൾ ജഹാംഗീർ മഹലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഈ മെഹലിന്റെ ഫ്രണ്ടിൽ ഒരു സാധനം കണ്ടോ? ഇതാണ് ജഹാംഗീർ രാജാവിന്റെ ബാത്ത് ടബ്. ഇതിലാണ് അദ്ദേഹം കുളിച്ചിരുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ദേ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ രാജാവ് അതിന്റെ താഴെ കൂടെ ഇറങ്ങിയിട്ടുള്ളത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ജഹാംഗീർ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. മുഗൾ രാജാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ രാജാവ് ബാബർ, ബാബറിന്റെ മകൻ ഹുമയൂൺ, ഹുമയൂണിന്റെ മകൻ അക്ബർ, അക്ബറിന്റെ മകൻ ജഹാംഗീർ, ജഹാംഗീറിന്റെ മകൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷാജഹാൻ, ഷാജഹാന്റെ മകൻ ഔറംഗസീബ്. അങ്ങനെ നമ്മൾ ജഹാംഗീർ മഹലിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് രാജാവിന്റെ ഡൈനിങ് റൂം ആയിരുന്നു. നടുക്ക് കാണുന്നത് ലൈബ്രറിയും റൈറ്റ് സൈഡിലെ കിടപ്പുമുറിയും. ഈ നടുക്ക് കാണുന്ന സ്ഥലം കണ്ടോ? അവിടെയാണ് ഡാൻസും പാട്ടുമൊക്കെ കൊട്ടാരത്തിലെ ആൾക്കാർ നടത്തിയിരുന്നത്. ആ ഏറ്റവും മേലുള്ള സ്ഥലം കണ്ടോ? അവിടെയാണ് രാജാവ് ഇരുന്നിരുന്നത്. ആ ഹോളുള്ള സ്ഥലം കണ്ടോ? അവിടെയാണ് റാണി ഇരുന്നിരുന്നത്. ആ കൊട്ടാരത്തിലെ ബാക്കിയുള്ളവരെല്ലാം
അതിനു ചുറ്റും ഇരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കലാപരിപാടിയെല്ലാം കാണുന്ന സ്ഥലമാണ് ഇത്. ഇത് ലൈബ്രറിയുടെ അകത്തെ ഭാഗമാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ മുറികളെല്ലാം അത്യാവശ്യം തണുപ്പുള്ളതാണ്. ഇന്ദ്ര നിൽക്കുന്ന ആ മേളത്തെ ആ സ്ട്രക്ചർ കണ്ടോ ഗൈസ്? അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അതിൻ്റെ അകത്തെ വശം കാണിച്ചു തരാം. കണ്ടോ? ഈ ഹോള് നമുക്ക് പുറത്തു നിന്ന് കാണാൻ സാധിക്കില്ല. നല്ല രീതിയിൽ വെളിച്ചവും കാറ്റും ഇതിലൂടെ കയറുമായിരുന്നു. അന്ന് AC ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ AC-യെക്കാട്ടിലും തണുപ്പ് ഈ മുറികൾക്ക് എല്ലാത്തിനും ഉണ്ടായിരുന്നു. തൂണുകളുടെ ഇടയിൽ വാട്ടർ പാസേജ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ ഭിത്തിയുടെ അകത്തുള്ള വെള്ളം തണുത്തിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക മെറ്റീരിയൽ ആണ് ഭിത്തിയിൽ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഗ്രില്ലിട്ടിരിക്കുകയാണ് ഗായ്സ്. അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് കയറാനായി പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി കാണിച്ചു തരാം കേട്ടോ. നോക്കിയാൽ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. വീണ്ടും ഒരു വിശാലമായ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. താഴെ കാണുന്ന വട്ടത്തിലെ സാധനം കണ്ടോ ഗൈസ്? മുഗൾ രാജാക്കന്മാരുടെ ഹിന്ദു റാണിമാർക്ക് പൂജ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഹോമകുണ്ഡമാണെന്നാണ് പറയുന്നത്. മെഹലിന്റെ ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ കറങ്ങി കാണിച്ചു തരാം. അങ്ങനെ കറങ്ങി വരുമ്പോൾ ദേ ഒരു കിളിവാതിൽ. അവിടെ എന്തുവാന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഷാജഹാൻ പണി കഴിപ്പിച്ച താജ്മഹലാണ് ഗായ്സ്. ഇനി നിങ്ങൾ ഈ കോട്ടയുടെ താഴത്തെ ഭാഗം കാണുന്നുണ്ടോ? നോക്കിക്കേ. പണ്ട് ശത്രുക്കളെ അകറ്റാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളം നിറച്ചിട്ട് അതിനുള്ളിൽ മുതലകളെ വളർത്തുമാനെന്നാണ് പറയുന്നത്. ആ വെള്ളം നിറച്ചതിന്റെ സൈഡിലായിട്ട് കാട്ടുമൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ഈ കോട്ടയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും താജ്മഹൽ അടുത്ത് കാണാമെന്ന് നോക്കിയേ. അങ്ങനെ നമ്മൾ ജഹാംഗീർ മഹൽ കണ്ടു കഴിഞ്ഞു. അടുത്ത പാട്ടിൽ ഞാൻ ഷാജഹാന്റെ കൊട്ടാരം കാണിച്ചു തരാവേ. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.